യേശുവും ആഗ്രഹിക്കുന്നത്. അല്ലാതെ വലിയ പാർട്ടികൾ നടത്തി നമ്മൾ ആ ആഘോഷത്തിന് മീനിങ് ഇല്ലാതാക്കുകയല്ല. മീനിങ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ വെള്ളമടിച്ചും അങ്ങനെ മറ്റ് ചീത്തകൾ പറഞ്ഞും എന്തിന് മോശം കൂട്ടുകെട്ടിലേക്ക് പോയി തകർക്കേണ്ട ഒന്നല്ല. സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആദ്യമേ തന്നെ ക്രിസ്തുവിൻ്റെ ജന്മതിരുനാളിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. നമുക്കറിയാം, വെള്ളിയാഴ്ച 19-ാം തീയതി ആവുന്നേ ഉള്ളൂ. പക്ഷേ ഇത്ര നേരത്തെ എന്തിനാണ് ക്രിസ്മസിൻ്റെ വിഷസ് എന്നൊക്കെ? കാരണം പിന്നീട് അടുത്ത വെള്ളിയാഴ്ച വരുമ്പോഴേക്കും ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് ഈ ഒരു ആശംസ നിങ്ങൾക്കായിട്ട് നേരുക. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ഈ മനോഹരമായ ഒരു ചാപ്പലിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. കാരണം ഈ ചാപ്പലിൽ ഒത്തിരിയേറെ ഡെക്കറേഷൻ നമ്മുടെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. കാരണം സെമിനാരിയിലെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ 16-ാം തീയതി ആയിരുന്നു. അങ്ങനെ കുട്ടികളെല്ലാം ഒരു റിക്കളക്ഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് മുതൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഈ ചാപ്പലിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്? കാരണം ഈ ചാപ്പലിലെ ഓരോ ഡെക്കറേഷൻ എടുത്താലും അവിടെ ഒത്തിരിയേറെ കുട്ടികളുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടൊരുങ്ങിയ ഒരു മനോഹരമായ ഒരു ഡെക്കറേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഭിത്തികളിലൊക്കെ മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. അത് ഒരാളുടെ അല്ല, മറിച്ച് ഒത്തിരിയേറെ ബ്രദേഴ്സ് ഒരുമിച്ച് ചേർന്ന് അവർ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതനുസരിച്ച് ഓരോരുത്തരും ചെയ്തതാണ്. വളരെ മനോഹരമായ കാഴ്ച. വളരെ സന്തോഷത്തോടെ ആയിരുന്നു ഞങ്ങളുടെ ആഘോഷം നടക്കുക. ഇനി നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഒരുക്കിയ ആ ക്രിബ് കൂടി കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ ക്രിബും നിങ്ങൾ കാണേണ്ടതാണ്. അതിലൊരുക്കി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഒരു ചായക്കടയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബെഞ്ചും കസേരയും അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു ചാപ്പൽ ഒരുക്കിയിട്ടുണ്ട്. ചാപ്പലിൻ്റെ ഉള്ളിൽ അൾത്താര, അതിൽ കുട്ടികൾ ഇരിക്കുന്ന രീതിയിൽ ബെഞ്ചുകൾ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിലാണ് ഓരോ ഡെക്കറേഷനും ഒരു ചെയ്തിരിക്കുക. ക്രിസ്മസിൻ്റെ വലിയൊരു സന്ദേശം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഏറ്റെടുക്കാൻ സാധിക്കും. കാരണം കുട്ടികളുടെ ഒരുമയോടെയുള്ള ആ ഒരു പ്രയത്നത്താൽ മാത്രമാണ് ഇതുപോലെയുള്ള ഡെക്കറേഷനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക. തൻ്റേതായ ഒരു കൈ ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു കൈസ്പർശം ഏൽക്കാത്ത അല്ലെങ്കിൽ കരസ്പർശം ഏൽക്കാത്ത ഒന്നും തന്നെ ഈ ചാപ്പലിലോ പുറത്തുള്ള ഡെക്കറേഷനോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എല്ലാവരും ഏതെങ്കിലും വിധത്തിൽ അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രിസ്മസ് എന്ന് പറയുന്നതും ആ ഒരു ഒരുമയോടെ വരുന്നതിൻ്റെ വലിയൊരു സന്ദേശമാണ് നൽകുക. എല്ലാവരും ഒരുമയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ്റെ വരവിന് വേണ്ടി. കാരണം ഒരുമയോടെ അവർ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങളെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ ഒരു രക്ഷകനുണ്ടാകും. ആ രക്ഷകൻ്റെ പിറവിക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ അന്നത്തെ ഉണ്ടായിരുന്ന യഹൂദ യുവതികളെല്ലാം തന്നെ ആഗ്രഹിച്ചത് ആ രക്ഷകൻ എൻ്റെ ഉദരത്തിൽ വന്നു ജനിക്കണം. അതിനുവേണ്ടി ഒത്തിരിയേറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങിയവരാണ് അന്നുണ്ടായിരുന്ന ഓരോ സ്ത്രീകളും. പക്ഷേ അതിനുള്ള ആ വലിയ സൗഭാഗ്യം ലഭിച്ചത് ആർക്കാണ്? പരിശുദ്ധ കന്യകാമറിയത്തിനാണ്. ആ അമ്മയ്ക്കാണ് ആ ഒരു ഭാഗ്യം ലഭിച്ചത്. പ്രിയമുള്ളവരെ, ആ ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ അത് ഒരുക്കത്തിൻ്റെ സമയമാണ്. ഈ ഒരു ഒരുക്കമാണ് ഇവിടെയുള്ള ഈ ഡെക്കറേഷനിലെല്ലാം കാണുക. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്മസ് തീർച്ചയായും നിങ്ങളും ആഘോഷിക്കണം. നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരുമയോടെ ഒരുമിച്ച് ചേരാൻ പറ്റിയ ഒരു സമയമാണ് ക്രിസ്മസ്. ഈ ക്രിബ് ഉണ്ടാക്കുന്ന സമയത്തും എല്ലാം കുട്ടികൾ പരസ്പരം സന്തോഷത്തോടെ ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം സന്തോഷം അവർ അനുഭവിച്ചിട്ടുണ്ട്, എത്രമാത്രം ഒരുമ അവർക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ അതെല്ലാം എടുത്തു വയ്ക്കുമ്പോൾ അവിടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാവുകയാണ്. അതുവരെ സംസാരിക്കാത്ത വ്യക്തികളായിരിക്കും, പക്ഷേ അവർ ഒരുമിച്ച് ചേർന്നപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയാനും, ഇനി എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യേണ്ടതുണ്ടോ, ഇനി എന്തെങ്കിലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുവാൻ ഒരു എളിമപ്പെടൽ അവരുടെ ഭാഗത്തുണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുതന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലും ഈ ക്രിബൊക്കെ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. കാരണം ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹത്തിൽ ഒന്നിക്കുന്ന ഒരു അനുഭവമായിരിക്കും അത്. കാരണം നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്ന ഇതാണ്, വളരെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന എന്തെങ്കിലും മേടിച്ച് വെച്ച് ക്രിസ്മസ് ആഘോഷം തീർന്നു. പക്ഷേ ഇവിടെ ക്രിബ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ ആ ഒരുമയുടെ ഫീലിങ്ങൊന്നും നമുക്ക് മറ്റൊന്നിൽ നിന്നും കിട്ടില്ല. ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെന്താണ് ചെയ്യുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കും, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും, അത് പരിഹരിക്കാൻ വേണ്ടി ഒരുമയോടുകൂടെ അത് ചെയ്യും. അപ്പോൾ അതെല്ലാം നിങ്ങളെ കൂടുതൽ ബന്ധത്തിൽ ദൃഢമാക്കുന്ന കാര്യങ്ങളാണ്. അതുതന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശുവും ആഗ്രഹിക്കുന്നത്. അല്ലാതെ വലിയ പാർട്ടികൾ നടത്തി നമ്മൾ ആ ആഘോഷത്തിന് മീനിങ് ഇല്ലാതാക്കുകയല്ല. മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് ഒരു മീനിങ് കിട്ടുന്നത് നമ്മൾ സ്നേഹത്തിൽ ഒന്നാകുമ്പോഴാണ്. ആ സ്നേഹത്തിൽ ഒന്നാകാനുള്ള ഒരവസരമായിട്ട് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ മാറണം.
അവിടെ വെള്ളമിടിച്ചും അങ്ങനെ മറ്റ് ചീത്തകൾ പറഞ്ഞും എന്തിന് മോശം കൂട്ടുകെട്ടിലേക്ക് പോയി തകർക്കേണ്ട ഒന്നല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് അത് സ്നേഹത്തിൽ ഒന്നാകുന്ന ഒരു സമയമാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ബലി അർപ്പിച്ചു. ആ ബലിക്ക് ഒരുക്കമെന്നോണം ഈ ലോകത്തിലേക്ക് രക്ഷകനായിട്ട് അവതരിച്ചു. അതുതന്നെ ഏറ്റവും എളിമപ്പെടലാണ്. ദൈവമായിരുന്ന ഒരു വ്യക്തി മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അതും വലിയ കൊട്ടാരങ്ങളല്ല വന്ന് ജനിക്കുന്നത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒന്ന് ജനിച്ചു വീഴാൻ പോലും ഒരു ഇടം ലഭിക്കാതെ അവസാനം കാലിത്തൊഴുത്തിലാണ് ഈശോ രക്ഷകനായിട്ട് അവതരിക്കുന്നത്. ആ സന്തോഷ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ യേശുവിനെ കാണാൻ വിടുന്നത് ആട്ടിടയന്മാരാണ് ആദ്യമേ, സമൂഹം മാറ്റി നിർത്തിയവർ. പക്ഷേ അവർക്ക് ആ ഒരു വലിയ സന്ദേശം ലഭിച്ചതനുസരിച്ച് സന്തോഷത്തോടെ ആ രക്ഷകനെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് 3 രാജാക്കന്മാർ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ക്ലിപ്പ് ഒരുക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ രക്ഷകനെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ രക്ഷകനെ കണ്ടെത്താൻ എൻ്റെ ഭാഗത്ത് ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ആട്ടിടയന്മാർ ഒത്തിരിയേറെ സ്ട്രഗിള് എടുത്തിട്ടാണ് ഈശോയെ കണ്ടെത്തുന്നത്. കാരണം അവരുടെ മുമ്പിൽ നക്ഷത്രം പോകുന്നു, ഇടയ്ക്ക് വെച്ച നക്ഷത്രം അപ്രത്യക്ഷമാകുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങുമ്പോൾ വീണ്ടും നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ ആ ഒരു ദിശ നോക്കി അവസാനം രക്ഷകനെ കണ്ടെത്തുന്നു. 3 രാജാക്കന്മാരും അതുപോലെ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലൊക്കെ ചെന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു നക്ഷത്രം ഞങ്ങൾ കണ്ടു, എവിടെയാണ് രക്ഷകൻ പിറന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് വഴി കാണിച്ചു തരിക എന്നെല്ലാം പറയുമ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അവർക്ക് കൃത്യമായ വഴി ദൈവം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ രക്ഷകനെ കണ്ടെത്തുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? ആ ഒരു ചോദ്യം വളരെ നല്ലതാണ് ഈ ഒരു അവസരത്തിൽ. പ്രത്യേകിച്ച് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഈ സമയം. എൻ്റെ രക്ഷകനെ കണ്ടെത്തുവാൻ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പരിശ്രമങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലേ? ഇനിയും ഒരാഴ്ച നിങ്ങളുടെ മുമ്പിലുണ്ട്. എത്ര മനോഹരമായി നിങ്ങൾക്ക് ഒരുക്കാൻ സാധിക്കും അതുപോലെ ഒരുങ്ങുക. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ആ ഒരുമ അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം ഒരുമിക്കാനുള്ള അവസരമായി ക്രിസ്മസ് മാറ്റുക. മാത്രമല്ല സ്നേഹത്തിൽ ഒന്നിക്കുന്ന ഒന്നാണ് ക്രിസ്മസ് എന്ന സന്ദേശം എല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കുവാൻ നിങ്ങളുടെ കുടുംബം ഒരു മാതൃകയായിട്ട് മാറുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് ഈ ഒരു ക്രിസ്മസിൽ, ഈ ഒരു ആഘോഷത്തിൻ്റെ വേളയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിന് ഞാൻ ഒത്തിരിയേറെ അഭിമാനിക്കുന്നു. തീർച്ചയായും ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരുന്നതാണ്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൽ ഒന്നിക്കട്ടെ. എല്ലാവർക്കും ബൈ. പിന്നെ കാണാം. ക്ഷമയോടെ കാത്തിരിക്കും.